ലൈംഗിക പീഡന പരാതികളിൽ മെഡിക്കോ ലീഗോ എക്സാമിനേഷൻ നടത്തേണ്ടത് ഗൈനക്കോളജിസ്റ്റുകളായിരിക്കണമെന്ന നിയമ ഭേദഗതി ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്ത് സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിലെ ഗൈനക്കോളജിസ്റ്റുകൾ വിഷയം പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ 5-അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ച സർക്കാർ 2 IPS ഉദ്യോഗസ്ഥരും 3 ഡോക്ടേഴ്സും അടങ്ങുന്നതാണ് സമിതി. വിഷയം പഠിച്ച് 1 മാസത്തിനുള്ളിൽ സർക്കാരിന് റിപ്പോർട്ട് നൽകണമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം. 24 പ്രൈം ടൈം എക്സ്ക്ലൂസീവ്. ലൈംഗിക പീഡന പരാതികളിൽ വനിതാ മെഡിക്കൽ ഓഫീസറാണ് നിലവിൽ മെഡിക്കോ ലീഗോ എക്സാമിനേഷൻ നടത്തുന്നത്. വനിതാ മെഡിക്കൽ ഓഫീസർ ഇല്ലെങ്കിൽ വനിതാ അറ്റൻഡറുടെ സഹായത്തോടെ പുരുഷ മെഡിക്കൽ ഓഫീസർ പരിശോധന നടത്തും. ലൈംഗിക പീഡന പരാതികളിൽ ഗൈനക്കോളജിസ്റ്റുകൾ തന്നെ പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് ആരോഗ്യവകുപ്പിലെ ഒരു വിഭാഗം ഡോക്ടർമാർ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിച്ചു. ട്രൈബ്യൂണൽ നിർദ്ദേശപ്രകാരം പീഡന പരാതികൾ ഗൈനക്കോളജിസ്റ്റുകൾ കാണണമെന്ന് ഭേദഗതി വന്നു. ഇതിനെ ചോദ്യം ചെയ്താണ് സർക്കാർ ആശുപത്രികളിലെ ഗൈനക്കോളജിസ്റ്റുകൾ ഹൈക്കോടതിയെ സമീപിച്ചത്. സർക്കാരിനോട് വിഷയം പരിഗണിക്കാൻ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഉത്തരവിട്ടു. വ്യക്തത ആവശ്യപ്പെട്ട് ഗൈനക്കോളജിസ്റ്റുകൾ ഹൈക്കോടതിയിൽ വീണ്ടും അപ്പീൽ നൽകി. മെഡിക്കോ ലീഗോ എക്സാമിനേഷൻ MBBSൽ പാഠ്യഭാഗം. രാജ്യത്ത് എല്ലായിടത്തും വനിതാ മെഡിക്കൽ ഓഫീസർമാരാണ് ലൈംഗിക പീഡന പരാതികളിൽ പരിശോധന നടത്തുന്നത്. ഡെലിവറി, കോൾ ഡ്യൂട്ടി, സർജറി തുടങ്ങി സ്പെഷ്യലൈസ്ഡ് ഡോക്ടർമാരായ ഗൈനക്കോളജിസ്റ്റുകൾക്ക് വലിയ തിരക്കായിരിക്കും. ഇതെല്ലാം കഴിഞ്ഞു വേണം കേസ് അറ്റൻഡ് ചെയ്യാൻ. ഇത് അതിജീവിതമാരോട് കാണിക്കുന്ന അന്യായം. അതിക്രമം നടന്ന് 96 മണിക്കൂറിനുള്ളിലാണെങ്കിലോ ജീവൻ രക്ഷിക്കുന്നതിനുള്ള ചികിത്സ നൽകുന്നതിനോ മുറിവുകൾ ഉണ്ടെങ്കിലോ ഗൈനക്കോളജിസ്റ്റുകൾ പോകാനും ചികിത്സ നൽകാനും തയ്യാറാണ്. എന്നാൽ സ്വാബ് എടുക്കാനും പരിശോധന നടത്താനും ഏത് MBBS ഡോക്ടർക്കും സാധിക്കുമെന്നും അതിജീവിത എപ്പോഴെത്തുന്നോ ആ സമയത്ത് ഡ്യൂട്ടിയിലുള്ള വനിതാ മെഡിക്കൽ ഓഫീസർ പരിശോധന നടത്തണമെന്നുമാണ് ഗൈനക്കോളജിസ്റ്റുകളുടെ വാദം. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് വിഷയം പഠിക്കാൻ സർക്കാർ വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. VIP സെക്യൂരിറ്റി സൂപ്രണ്ടായ ഡോക്ടർ അരുൾ RB കൃഷ്ണ IPS, ടെലികമ്മ്യൂണിക്കേഷൻ സൂപ്രണ്ടായ ഡോക്ടർ ഹിമേന്ദ്രനാഥ് IPS, ആരോഗ്യവകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ പ്രസന്നകുമാരി, ഫോറൻസിക് മെഡിസിൻ ആൻഡ് പോലീസ് സർജൻ ഡോക്ടർ ഷീന ശ്രീനിവാസൻ, ഗൈനക്കോളജി ചീഫ് കൺസൾട്ടന്റ് ഡോക്ടർ M ജയശ്രീ എന്നിവരാണ് സമിതി അംഗങ്ങൾ. ഹർജിക്കാരെയും എതിർഭാഗത്തെയും സമിതി കേൾക്കും. നിലനിൽക്കുന്ന നിയമത്തിനനുസൃതമായി എന്തൊക്കെ ചെയ്യാനാകുമെന്നും സമിതി വിലയിരുത്തും. 1 മാസത്തിനുള്ളിൽ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കണം. അലക്സ് റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.